നമസ്കാരം. കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടക്കുന്ന ആദ്യകാല കലാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഴശ്ശി കലാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും കലാപങ്ങളാണ്. അതുപോലെ തന്നെ കുറിച്യ കലാപമാണ്. ഇതുകൂടി പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. പിന്നീട് നമുക്ക് കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരാം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനും മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വേലുത്തമ്പിയും പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം കുറിച്യ കലാപത്തെക്കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് വേലുത്തമ്പിയിലോട്ട് വരാം. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: വേലുത്തമ്പിയുടെ ജന്മസ്ഥലം ഏതാണ്? വേലുത്തമ്പിയുടെ ജന്മസ്ഥലം നിങ്ങൾക്കറിയാം, തലക്കുളമാണ്. ഏതാണ് സ്ഥലം? തലക്കുളം. തലക്കുളം എന്ന് പറയുന്നത് പഴയ തിരുവിതാംകൂറിലെ ഒരു പ്രദേശമാണ്. ഇന്ന് തലക്കുളം എന്ന് പറയുന്ന പ്രദേശം കന്യാകുമാരി ജില്ലയിലാണ്, തമിഴ്നാട്ടിലാണ്. കന്യാകുമാരിയുടെ ജില്ലയിലെ ഭാഗമാണ് തലക്കുളം. അപ്പോൾ അന്ന് തിരുവിതാംകൂറിൽ തലക്കുളത്ത് വേലുത്തമ്പി ജനിച്ചു, അല്ലെ? തലക്കുളത്ത് തിരുവിതാംകൂറിന് വേണ്ടിയിട്ട് നികുതി പിരിക്കുന്നതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു ആര്? വേലുത്തമ്പി. വലിയ ദിവാനൊന്നും ആയിരുന്നില്ല. ആദ്യം തലക്കുളത്ത് നികുതി പിരിവിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു വേലുത്തമ്പി. പിന്നീടാണ് അദ്ദേഹം ദിവാൻ പദവിയിലോട്ട് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനകീയ പ്രക്ഷോഭത്തിലൂടെ തിരുവിതാംകൂറിൻ്റെ ദിവാൻ പദത്തിലെത്തിയതാര്, അല്ലെങ്കിൽ സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ തിരുവിതാംകൂറിൻ്റെ ദിവാൻ പദവിയിലെത്തിയതാര്, ബലാത്കാരമായി തിരുവിതാംകൂറിൻ്റെ ദിവാൻ പദവിയിലെത്തിയതാര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരമായിട്ട് വേലുത്തമ്പിയുടെ പേര് പറയാം. എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയാം. നമുക്കറിയാം, തിരുവിതാംകൂർ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്, അല്ലേ? മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വേറൊരു ഭരണാധികാരി വരും. അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് വേറൊരാൾ വരും. ആരാണ്? ധർമ്മരാജ കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ 1798 മരിക്കുന്നു. അതിനുശേഷം തിരുവിതാംകൂറിൽ ഒരു പുതിയ ഭരണാധികാരി വരുന്നു, അവിട്ടം തിരുനാൾ രാമവർമ്മ. 1798 മുതൽ 1810 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? അവിട്ടം തിരുനാൾ രാമവർമ്മയാണ്. നമ്മുടെ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ ഭരണാധികാരികളുടെ കാര്യം നോക്കുമ്പോൾ അതിൽ ഏറ്റവും മോശം ഭരണാധികാരിയാണ്, ഏറ്റവും കാര്യക്ഷമത കുറഞ്ഞ, ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഈ അവിട്ടം തിരുനാൾ രാമവർമ്മയാണ്. അവിട്ടം തിരുനാൾ രാമവർമ്മ ഭരണത്തിലിരിക്കുമ്പോൾ അവിടെ അധികാരമൊക്കെ ചില ഉദ്യോഗസ്ഥരിലായിരുന്നു. തിരുവിതാംകൂറിലെ ചില ഉദ്യോഗസ്ഥരിലായിരുന്നു. ജയന്തൻ നമ്പൂതിരി, മാത്തു തരകൻ, ശങ്കരനാരായണൻ ചെട്ടി പോലുള്ള ഉദ്യോഗസ്ഥരിലായിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണം കേന്ദ്രീകരിച്ചിരുന്നത്. അതിനു മുമ്പ് തിരുവിതാംകൂറിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ദിവാനുണ്ടായിരുന്നു, രാജാ കേശവദാസൻ. അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരിലോട്ട് തിരുവിതാംകൂറിൻ്റെ ഭരണം പോയി. അഴിമതി നിറഞ്ഞ ദുർഭരണം, സ്വജനപക്ഷപാതം, ധൂർത്ത്, ഇതായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ ഭരണം. രാജാവ് വെറുതെ ഈ പറഞ്ഞ ഭരണത്തിലുണ്ട്. ആര്? അവിട്ടം തിരുനാൾ രാമവർമ്മ. ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 1795 തിരുവിതാംകൂർ, അല്ലെ? 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടിരുന്നു, അല്ലെ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് മേധാവിത്വം തിരുവിതാംകൂർ അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിലെ ഒരു ബ്രിട്ടീഷ് റെസിഡന്റ് വരികയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിലെത്തിയ ആദ്യത്തെ റെസിഡന്റാണ് കോളിൻ മെക്കാളെ. തിരുവിതാംകൂറിലെത്തിയ ആദ്യത്തെ റെസിഡന്റാണ് കോളിൻ മെക്കാളെ. 1800 മുതൽ 1810 വരെയുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ റെസിഡന്റ് ആയിരുന്നു കോളിൻ മെക്കാളെ. അങ്ങനെ റെസിഡന്റ് വരുന്നു, അല്ലെ? അതോടൊപ്പം തന്നെ ഈ കരാറിൽ 1795 ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിൽ നമ്മൾ ഒപ്പുവെക്കുമ്പോൾ തിരുവിതാംകൂർ വർഷം തോറും ഒരു നിശ്ചിതമായിട്ടുള്ള തുക
ടാക്സ് ആയിട്ട് കപ്പമായിട്ട് ആർക്ക് നൽകുകയും വേണം? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുകയും വേണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അഴിമതിയും ദുർഭരണവും, സ്വജനപക്ഷപാതവും ധൂർത്തും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വർഷം തോറും നൽകേണ്ടിയിരുന്ന കപ്പത്തിൽ കുടിശ്ശിക വരുന്നു. ധാരാളം പൈസ ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നികുതി പിരിക്കാനായിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദം ആൾക്കാരെ ചുമതലപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ നികുതി പിരിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ് ആര്? തലക്കുളത്ത് വേലുത്തമ്പി, അല്ലെ? അപ്പോൾ അദ്ദേഹത്തിനോടും പറഞ്ഞു നികുതി പിരിക്കണം, ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കണം. ഭാരിച്ച നികുതി, ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ വേലുത്തമ്പി പറഞ്ഞു എനിക്കൊരു 3 ദിവസം സമയം താ, ഞാൻ തലക്കുളത്തെ ആൾക്കാരെ നിന്നൊക്കെ നികുതി പിരിച്ച് തന്നോളാം എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നു. എന്നിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചു. അദ്ദേഹം തലക്കുളത്ത് പോയിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചു. ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരെ ജനങ്ങളുടെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായി. അപ്പോൾ ആ പ്രക്ഷോഭം അങ്ങനെ വലുതായിട്ട് വന്നപ്പോൾ അവിട്ടം തിരുനാൾ രാമവർമ്മ ഒരു സമാധാന സന്ധി എന്നുള്ള രീതിയിൽ ആരെ വിളിക്കുന്നു? ഈ പറഞ്ഞ വേലുത്തമ്പിയെ വിളിക്കുന്നു, ചർച്ച ചെയ്യുന്നു, അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് വെറും ഒരു നികുതി പിരിവുകാരനായിരുന്ന വേലുത്തമ്പി തിരുവിതാംകൂറിൻ്റെ പ്രധാന ഭരണ കേന്ദ്രത്തിലോട്ട് എത്തുന്നു. എങ്ങനെയായിട്ടാണ്? മുളക് മടിശീലക്കാരനായിട്ട് തിരുവിതാംകൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തോട്ട് വരുന്നു. മുളക് മടിശീലക്കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, വാണിജ്യ മന്ത്രി. അങ്ങനെ ഒരു മന്ത്രിയായിട്ട് വരുന്നു. ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ ഒരു വലിയ ചുമതലയിലോട്ട് വരികയാണ്, മുളക് മടിശീലക്കാരൻ. അദ്ദേഹം വന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ 3 പേരും തിരുവിതാംകൂറിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. പിന്നീട് വേലുത്തമ്പി എന്താവുന്നു? തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ട് മാറുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് ദിവാനാകുമ്പോൾ തിരുവിതാംകൂറിൻ്റെ റെസിഡന്റ് ആരാണ്? കോളിൻ മെക്കാളയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. അതായത് കോളിൻ മെക്കാളയാണ് ദിവാനായിട്ട് വേലുത്തമ്പിയെ വയ്ക്കാൻ നിർദ്ദേശിക്കുന്നത്. കോളിൻ മെക്കാളയുടെ സമ്മതമുണ്ടെങ്കിലേ ദിവാനായിട്ട് ഒരാളെ രാജാവിന് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ദിവാനായിട്ട് വേലുത്തമ്പിയെ വയ്ക്കുന്നത് മെക്കാളയുടെ കൂടി അനുവാദ പ്രകാരമാണ്. ആദ്യ കാലങ്ങളിൽ മെക്കാളയും തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന വേലുത്തമ്പിയും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. അവർ തമ്മിൽ വളരെ വലിയ അടുപ്പമായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും, ദിവാനായി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും വേലുത്തമ്പിയും മെക്കാളയും തമ്മിൽ പതുക്കെ അകലാനായിട്ട് തുടങ്ങി. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുള്ള കാരണം. ഒന്ന്, മെക്കാളെ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ കൈകടത്തുന്ന ഒരാളായിട്ട് മാറി. അതായത് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ കൈകടത്താനായിട്ട് തുടങ്ങി. ഭാരിച്ച ഒരു നികുതി കുടിശ്ശികയായിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതിപ്പോൾ തരണമെന്ന് പറഞ്ഞ് കോളിൻ മെക്കാളെ നിർബന്ധിക്കാനും തുടങ്ങി. അത് മാത്രമല്ല, ദിവാനായിരുന്ന വേലുത്തമ്പി പുറപ്പെടുവിക്കുന്ന പല ഉത്തരവുകളും, പ്രത്യേകിച്ച് മാത്തൂ തരകൻ എന്ന് പറയുന്ന ഒരു മുതലാളിക്കെതിരെ പുറത്തിറക്കിയ ഉത്തരവുകളൊക്കെ ആര് തടയുകയും കൂടി ചെയ്തു? ഈ പറഞ്ഞ റെസിഡന്റ് മെക്കാളെ തടയുകയും കൂടി ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രിട്ടീഷുകാര്, അതായത് മെക്കാളെ എന്ന് പറയുന്ന റെസിഡന്റ് തിരുവിതാംകൂർ ഭരണത്തിൽ കൈകടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെ? ആഭ്യന്തര കാര്യങ്ങൾ കൈകടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് കാരണമായത് എന്താണ്? 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുമായിട്ട് മറ്റൊരു സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1805 മറ്റൊരു സന്ധിയിൽ ഏർപ്പെട്ടു. ആ സന്ധി പ്രകാരം തിരുവിതാംകൂറിലെ സൈന്യത്തെ പിരിച്ചുവിട്ടു. അതായത് തിരുവിതാംകൂറിന് ഇനി എല്ലാ സൈനിക സംരക്ഷണവും ബ്രിട്ടീഷുകാർ നൽകിക്കൊള്ളാം എന്നുള്ളതായിരുന്നു ആ സന്ധി. അങ്ങനെ ആ സന്ധിയിലൂടെ തിരുവിതാംകൂറ് സകല രാഷ്ട്രീയ അധികാരങ്ങളും ബ്രിട്ടീഷുകാർക്ക് അടിയറ വെച്ച ഒരു കരാറാണ് 1805 അതിനുശേഷമാണ് റെസിഡന്റിന് കൂടുതലായിട്ട് തിരുവിതാംകൂറിന്റെ ഭരണത്തിൽ ഇടപെടാനായിട്ട് പറ്റിയത്. എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാരണങ്ങൾ, അതായത് റെസിഡന്റിന്റെ നിരന്തരമായിട്ടുള്ള തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടല്, കപ്പ കുടിശ്ശിക പെട്ടെന്ന് തന്നു തീർക്കാൻ ആവശ്യപ്പെട്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്തൂ തരകൻ എന്ന് പറയുന്ന മുതലാളിക്കെതിരായിട്ട് ദിവാൻ വേലുത്തമ്പി നടത്തിയ ഉത്തരവ് അത് പിൻവലിച്ചത് പോലുള്ള കാര്യങ്ങളെല്ലാം വേലുത്തമ്പിയെ ആരിൽ നിന്ന് അകറ്റി? റെസിഡന്റിൽ നിന്ന്, ബ്രിട്ടീഷുകാരിൽ നിന്ന് അകറ്റി. സ്വാഭാവികമായിട്ടും വേലുത്തമ്പി എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ സൈന്യം സംഘടിപ്പിക്കുന്നു. അതിന് അദ്ദേഹം
കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനെയും കൂടി കൂട്ടുന്നു. പാലിയത്തച്ഛനും കൊച്ചിയിൽ ഇതേ പ്രശ്നമുണ്ട്. അവിടെയും എന്താണ്? അവിടെയും ബ്രിട്ടീഷ് ഭരണമാണ്. അപ്പൊ പാലിയത്തച്ഛനും അവിടെ ദിവാനായിരുന്ന പാലിയത്തച്ഛൻ, അവിടെ ദിവാൻ എന്ന് പറയുമ്പോൾ അവിടെ സ്ഥാനം പാലിയത്തച്ഛൻ എന്നാണ്. അപ്പൊ അയാൾക്കും ഇതേ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ തിരുവിതാംകൂറിലെ ദിവാനും അതുപോലെ കൊച്ചിയിലെ ദിവാനും, അതായത് പാലിയത്തച്ഛനും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നു? യോജിക്കുന്നു. യോജിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരൊരു ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ഈ മെക്കാളെ എന്ന് പറയുന്ന റെസിഡന്റിനെ വധിക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവരൊരു സൈനികനെ നിയമിച്ചു, ഒരു സംഘത്തെ നിയമിച്ചു. അതിനൊരു നേതൃത്വം ഒരാൾ ഏറ്റെടുത്തു. ആ നേതൃത്വം ഏറ്റെടുത്ത ആളാണ് ചെമ്പിലരയൻ. ആരാണ്? ചെമ്പിലരയൻ. ചെമ്പിലരയൻ എന്ന് പറയുന്ന വളരെ അഭ്യാസിയായിട്ടുള്ള ഒരു സൈനികനെ അതിനു വേണ്ടിയിട്ട് നിയമിക്കുകയും ചെയ്തു. എന്തായാലും ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളെ താമസിക്കുന്ന ബോൾഗാട്ടി കൊട്ടാരത്തിലോട്ട്, ബോൾഗാട്ടി കൊട്ടാരം എവിടെയാണ്? കൊച്ചിയിലാണ്. ബോൾഗാട്ടി കൊട്ടാരത്തിലോട്ട് ചെമ്പിലരയൻ ചെല്ലുന്നു. ചെമ്പിലരയൻ മെക്കാളയെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ മെക്കാളെ കഷ്ടിച്ച് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു. അതേസമയം ചെമ്പിലരയൻ ബ്രിട്ടീഷ് സൈനികരുടെ പിടിയിൽ അകപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ബ്രിട്ടീഷ് സൈനികരുടെ തടവിൽ കിടന്നുകൊണ്ട് ആര് മരിക്കുന്നു? ചെമ്പിലരയൻ മരിക്കുന്നു. ഈ സംഭവം നടക്കുന്നത് 1808 അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ബ്രിട്ടീഷുകാർ ആർക്കെതിരെ തിരിഞ്ഞു? ഇപ്പോൾ ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെതിരായിട്ടും അതുപോലെ തന്നെ വേലുത്തമ്പിക്കെതിരായിട്ടും തിരിഞ്ഞു, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും രാജാവ് എന്ത് ചെയ്യും? തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്ത് ചെയ്യും? തിരുവിതാംകൂർ ഭരണാധികാരി വേലുത്തമ്പിയെ ദിവാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും കൂടി ചെയ്യും. അപ്പോൾ ഇപ്പോൾ വേലുത്തമ്പി ചെയ്യുന്നത് സ്വന്തമായിട്ട് സൈന്യം സജ്ജീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാം എന്നുള്ള ഒരു നിലയിലോട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 1809 ജനുവരി 11 കുണ്ടറയിൽ, കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് ഇളമ്പള്ളൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഇളമ്പള്ളൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിച്ച് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം, സകല ജനങ്ങളോടും അതിൽ വേണ്ടിയിട്ട് അണിചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തെയാണ് നമ്മൾ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ കുണ്ടറ വിളംബരം എന്നാണ്? അതിൻ്റെ പശ്ചാത്തലം എന്താണ്? 1809 ജനുവരി 11 അല്ലെ? ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളിയാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ നോക്കി ബ്രിട്ടീഷ് സൈന്യം കൊല്ലത്തോട്ട് പ്രവേശിക്കുന്നു. അപ്പോൾ വേലുത്തമ്പി എന്ത് ചെയ്യുന്നു? കുണ്ടറയിൽ നിന്ന് മുമ്പോട്ട് നീങ്ങുന്നു. മുമ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ മണ്ണടിയിലോട്ട് എത്തുന്നു. കുണ്ടറയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് എവിടോട്ട് വരുന്നു? മണ്ണടിയിലോട്ട് വരുന്നു. പക്ഷെ ബ്രിട്ടീഷ് സൈന്യം മണ്ണടിയിലോട്ട് മാർച്ച് ചെയ്യുന്നു. അങ്ങനെ 1809 മാർച്ച് 29 മണ്ണടിയിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് സൈന്യം ആരെ വളഞ്ഞു? വേലുത്തമ്പിയെ വളഞ്ഞു. എന്തായാലും വേലുത്തമ്പി പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ അരയിൽ നിന്ന് കഠാര ഊരിയെടുത്ത് അദ്ദേഹം വയറ്റത്ത് കുത്തി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു? വേലുത്തമ്പി ആത്മഹത്യ ചെയ്തു. അപ്പോൾ വേലുത്തമ്പി ബ്രിട്ടീഷ് പിടിയിലാവുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അപ്പൊ ജീവനോടെ വേലുത്തമ്പിയെ പിടിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാർക്ക് ഭയങ്കരമായിട്ടുള്ള അരിശം ആരോടുണ്ടായിരുന്നു? വേലുത്തമ്പിയോടുണ്ടായിരുന്നു, അല്ലെ? പണ്ട് നമ്മൾ പഴശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോൾ പഴശ്ശി മരണപ്പെട്ടു. പക്ഷെ പഴശ്ശിയുടെ ശവസംസ്കാരം എങ്ങനെയാണ് നടത്തിയത്? എല്ലാ ബഹുമാനത്തോടു കൂടിയാണ് TH ബാബർ നടത്തിയെന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ അതുപോലൊരു ബഹുമാനം ആരടുത്തുണ്ടായില്ല? വേലുത്തമ്പിയോടുണ്ടായില്ല. വേലുത്തമ്പി മരിച്ചു എങ്കിലും, ആത്മഹത്യ ചെയ്തു എങ്കിലും, അദ്ദേഹത്തിന്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് എവിടെയാണ്? കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. കണ്ണമ്മൂല അറിയാലോ? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണമ്മൂലയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ കാര്യം പറയുമ്പോൾ തിരുവിതാംകൂറിലെ മരുമക്കത്തായ സമ്പ്രദായത്തിനെതിരായും തിരുവിതാംകൂറിലെ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് എതിരായും ആദ്യമായിട്ട് ശക്തമായി പ്രതികരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമി എന്ന് കൂടി ഓർക്കുക. എന്തൊക്കെ കാര്യമാണ് പറഞ്ഞത്? തിരുവിതാംകൂറിലെ മരുമക്കത്തായ സമ്പ്രദായം, അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? കൂട്ടുകുടുംബ വ്യവസ്ഥിതി, അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമി. അദ്ദേഹം ജനിച്ചത് കണ്ണമ്മൂലയാണ്. ആ കണ്ണമ്മൂലയിൽ ഈ വേലുത്തമ്പിയുടെ മൃതശരീരം എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. എന്നിട്ട് പരസ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നു. ആ മൃതശരീരം തൂക്കിലേറ്റുന്നു. അപ്പൊ ആ മൃതശരീരത്തോട് പോലും ബ്രിട്ടീഷുകാർ ബഹുമാനം കാണിച്ചില്ല. അപ്പോ എന്നാണ് വേലുത്തമ്പി ആത്മഹത്യ ചെയ്തത്? 1809
1809 മാർച്ച് മാസം 29 അല്ലെ? എവിടെ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്? മണ്ണടി വെച്ചാണ്. മണ്ണടി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. കുണ്ടറ ഏത് ജില്ലയിലാണ്? കുണ്ടറ കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ വിളംബരം എന്നാണ്? കുണ്ടറ വിളംബരം 1809 ജനുവരി മാസം 11. അത് ഏത് കൊല്ലവർഷം എന്ന് ചോദിച്ചാലോ, അല്ലെ? അത് ഏത് കൊല്ലവർഷം എന്ന് ചോദിച്ചാൽ അത് 984 മകരം 1. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 984 മകരം 1, അല്ലെ? ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു കാര്യം പറയാം. നിങ്ങൾക്കറിയാം കൊല്ലവർഷം ആരംഭിക്കുന്നത് എന്നാണ്? കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825 അതായത് ഇപ്പോഴത്തെ ഇംഗ്ലീഷ് വർഷവും കൊല്ലവർഷവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 825 വ്യത്യാസമുണ്ട്. അപ്പോൾ 1809 കുണ്ടറ വിളംബരം. അപ്പൊ അത് ഏത് കൊല്ലവർഷം എന്ന് ചോദിച്ചാൽ 1809 നിന്ന് 825 കുറച്ച് നോക്കണം. 1809 നിന്ന് 825 കുറച്ച് നോക്കിയാൽ കിട്ടും 984. 984 മകരം 1, അല്ലെ? മണ്ണടി ഏത് ജില്ല? മണ്ണടി പത്തനംതിട്ട ജില്ല. എന്താണ് പ്രത്യേകത? വേലുത്തമ്പിയുടെ സ്മാരകം എവിടെയാണ്? വേലുത്തമ്പി സ്മാരകം, ശവകുടീരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് മണ്ണടിയാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. നേപ്പിയർ മ്യൂസിയം കേട്ടിട്ടുണ്ടോ? നേപ്പിയർ മ്യൂസിയം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അങ്ങനെയാണ്. നേപ്പിയർ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. നേപ്പിയർ മ്യൂസിയം എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ വേലുത്തമ്പിയുടെ ഉടവാള് സൂക്ഷിച്ചിരിക്കുന്നത് ഏത് മ്യൂസിയത്തിലാണ്? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വേലുത്തമ്പിയുടെ ഉടവാള് സൂക്ഷിച്ചിരിക്കുന്നത് ഏത് മ്യൂസിയത്തിലാണെന്ന് ചോദിച്ചാൽ നേപ്പിയർ മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചില കാര്യങ്ങൾ കൂടി അവിടെ നോക്കിയിട്ട് പോവാം. വേലുത്തമ്പിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ, അതായത് ഒരു ദിവാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് തിരുവിതാംകൂറിലെ ഭരണാധികാരികളെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. ഇതിപ്പോ നമ്മൾ കലാപത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു വച്ചേക്ക്. ഹജൂർ കച്ചേരി. ഹജൂർ കച്ചേരി എന്താണ്? ഹജൂർ കച്ചേരി ദിവാന്റെ ഓഫീസ്. ദിവാൻ ഇരിക്കുന്ന ഇടമാണ് ദിവാന്റെ ഓഫീസ്. ആ ദിവാന്റെ ഓഫീസിനെയാണ് നമ്മൾ ഹജൂർ കച്ചേരി എന്ന് പറയുന്നത്, അല്ലെ? കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. അങ്ങനെയാണ് കൊല്ലം പട്ടണത്തിന് വികാസം ഉണ്ടാവുന്നത്. കൊല്ലം പട്ടണമായിട്ട് മാറുന്നതും കൊല്ലം പട്ടണം വികസിക്കുന്നതുമൊക്കെ ഹജൂർ കച്ചേരി എവിടെ വരുന്നതോടുകൂടിയാണ്? കൊല്ലത്ത് വരുന്നതോടുകൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലം പട്ടണം അല്ലെങ്കിൽ കൊല്ലം പട്ടണത്തിന്റെ വികാസം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ്? പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയ ദിവാൻ ആര് എന്ന് ചോദിച്ചാലും വേലുത്തമ്പി ദളവയാണ്. ആ സമയത്ത് വല്ലാത്ത ഭക്ഷ്യക്ഷാമമുണ്ട്. അതുപോലെ തന്നെ ഉൽപാദനം കൂട്ടിയാൽ മാത്രമേ കൂടുതൽ നികുതി പിരിക്കാനായിട്ട് പറ്റൂ. കൂടുതൽ നികുതി പിരിച്ചാൽ മാത്രമേ ബ്രിട്ടീഷുകാരുടെ ടാക്സ് കൃത്യസമയത്ത് കൊടുത്തു തീർക്കാനായിട്ട് പറ്റൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് യോഗ്യമാക്കി. അതാരാണ്? ആ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പിയാണ്. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആലപ്പുഴയിലെ മുഹമ്മ പഞ്ചായത്തിലാണ്. പാതിരാമണൽ ആലപ്പുഴയിലെ മുഹമ്മ പഞ്ചായത്തിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പുരളിമല തലശ്ശേരി താലൂക്കിലാണെന്ന് പറഞ്ഞു, അല്ലെ? പാതിരാമണൽ ദ്വീപ് എവിടെയാണ്? അത് വേമ്പനാട്ട് കായലിലാണ്, മുഹമ്മ പഞ്ചായത്തിലാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഓർക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമുണ്ട്. സെക്രട്ടേറിയറ്റ് മന്ദിരം തിരുവനന്തപുരത്ത് സ്റ്റാച്യു എന്ന് പറയുന്ന സ്ഥലത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരമുണ്ട്. ആ സെക്രട്ടേറിയറ്റ് വളപ്പിനകത്ത് ഒരു തിരുവിതാംകൂർ ദിവാന്റെ പ്രതിമയുണ്ട്. ഏത് തിരുവിതാംകൂർ ദിവാന്റെ പ്രതിമയാണുള്ളത് എന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണുള്ളത്. നിങ്ങൾ സാധാരണഗതിയിൽ വേലുത്തമ്പി ദളവയുടെ പടമൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഉടവാൾ ഇങ്ങനെ താഴ്ത്തി വെച്ച്, അല്ലെ, അതിലിങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അതാണ് പ്രതിമ. ആ പ്രതിമ എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനകത്താണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് പുറത്ത് സെക്രട്ടേറിയറ്റിന് അഭിമുഖമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദിവാന്റെ പ്രതിമ കൂടിയുണ്ട്. അത് ആരുടെ പ്രതിമ എന്ന് ചോദിച്ചാൽ ടി മാധവറാവു എന്ന് പറയുന്ന ആളുടെ പ്രതിമയാണ്. ടി മാധവറാവു. ടി മാധവറാവും സെക്രട്ടേറിയറ്റും തമ്മിൽ
തമ്മിൽ ഒരു ബന്ധമുണ്ട്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയുന്നത് എന്ന് നമ്മൾ കാണുന്ന സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയുന്നത് 1869 1869. 1869 എന്ന് പറയുന്ന വർഷം പെട്ടെന്ന് ഓർക്കാം, ഗാന്ധി ജനിച്ച വർഷമാണ്. 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയുന്നത്. അന്ന് പണിയുന്ന സമയത്ത് അപ്പോഴത്തെ രാജാവ് എന്ന് പറയുന്നത് ആയില്യം തിരുനാൾ രാജാവാണ്. ആരാണ്? ആയില്യം തിരുനാൾ രാജാവ്. ആ സമയത്ത് ദിവാനായിരുന്നത് ടി മാധവറാവു ആണ്. അപ്പൊ സെക്രട്ടേറിയറ്റിന്റെ പണിയൊക്കെ നടക്കുമ്പോൾ അതിന് മേൽനോട്ടം വഹിച്ചിരുന്ന ദിവാൻ ആരാണ്? ടി മാധവറാവു ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഒരു ഇംഗ്ലീഷുകാരനാണ്. അത് വില്യം ബാർട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ്. സെക്രട്ടേറിയറ്റിന്റെ ശില്പി ആരെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വില്യം ബാർട്ടൺ. പക്ഷേ രാജാവാര ആ സമയത്തത് ആയില്യം തിരുനാൾ, ദിവാനാര് ടി മാധവറാവു. ആ ടി മാധവറാവുവിന്റെ പ്രതിമയാണ് സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്ത് സെക്രട്ടേറിയറ്റിന് അഭിമുഖമായിട്ടുള്ളത്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ജനങ്ങൾ നേരിട്ട് ഒരു പ്രതിമ നിർമ്മിച്ചത്, അതായത് ജനങ്ങൾ കാശ് മുടക്കി ഒരു പ്രതിമ നിർമ്മിച്ചത് ആരുടേതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ടി മാധവറാവുവിന്റെ പ്രതിമയാണ്. അത്രയ്ക്ക് മിടുക്കനായിട്ടുള്ള ഒരു ദിവാനായിരുന്നു ടി മാധവറാവു. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമയാണ് ടി മാധവറാവുവിന്റെ പ്രതിമ എന്നുകൂടി അവിടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേലുത്തമ്പിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്നത് എന്നാണെന്ന് കൂട്ടുകാർക്കറിയാം. 1812 കുറിച്യ കലാപം നടക്കുന്നത്, അല്ലെ? കുറിച്യ കലാപം നടന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. വയനാട്ടിലെ ആദിവാസി വിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പരും. ആ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കുറിച്യ കലാപം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് പഴശ്ശി വിപ്ലവങ്ങൾ നടന്നപ്പോൾ പഴശ്ശിയെ വളരെയധികം സഹായിച്ച ആദിവാസി ഗോത്ര വിഭാഗക്കാരാണ് ആര്? കുറിച്യരും കുറുമ്പരും എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ? കുറിച്യരുടെ നേതാവായിരുന്നു തലയ്ക്കൽ ചന്തു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കുറിച്യ കലാപത്തിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാര്യം നികുതിയാണ്. ഏതാണ്? നികുതിയാണ്. ബ്രിട്ടീഷുകാർ ഭാരിച്ച നികുതി കുറിച്യരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തി. കുറിച്യരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഭാരിച്ച നികുതി ചുമത്തിയതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നു. അപ്പൊ അവരുടെ കയ്യിലുള്ള അവരുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, ഭാരിച്ച നികുതി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നികുതി, അവർ നൽകേണ്ട നികുതി പണമായി തന്നെ നൽകണമെന്ന് നിർദ്ദേശിച്ചത്. പണ്ട് കുറിച്യര് നികുതി നൽകിയിരുന്നത് എങ്ങനെയാണ്? അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒരു പങ്ക്, അതായത് സാധനം തന്നെ നികുതിയായിട്ട് നൽകുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ബ്രിട്ടീഷുകാർ പറയണു സാധനങ്ങൾക്ക് പകരം പണമായി തന്നെ നികുതി നൽകണം എന്നുള്ള നിർദ്ദേശം. അപ്പൊ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, കുറിച്യരുടെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ നികുതി ചുമത്തിയത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നികുതി എങ്ങനെ സാധനങ്ങളായിട്ടല്ല പണമായിട്ട് തന്നെ തരണമെന്ന് നിർബന്ധം പിടിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. അതിന് നേതൃത്വം കൊടുത്തത് രാമൻ നമ്പി എന്ന് പറയുന്ന ആളാണ്. ആരാണ്? രാമൻ നമ്പി. അപ്പൊ കുറിച്യ കലാപത്തിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ രാമൻ നമ്പി. തലക്കൽ ചന്തുവാണോ? അല്ല, അത് വേറെയാണ് കാര്യം, അല്ലെ? രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന്റെ നേതാവ്. ഈ ഭാഗത്ത് പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എന്താണ്? കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട് കടത്തു. ഇങ്ങനെയാണ് ചോദ്യം. വട്ടത്തൊപ്പിക്കാരെ നാട് കടത്തു എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലാപമാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വട്ടത്തൊപ്പിക്കാരെന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. അവരെ നാട് കടത്തു എന്ന് പറഞ്ഞ മുദ്രാവാക്യമൊക്കെ വരുന്നത് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്ന് പറയുന്ന ഭാഗം പൂർത്തിയായി. ഇനി നമുക്ക് കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ, സംഭവങ്ങൾ, വ്യക്തിത്വങ്ങൾ, പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ഒരു ടോപ്പിക്കിലോട്ടാണ് പോവേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങളെ കുറിച്ച് പഠിക്കും. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.